ജനകീയനായ ഒരു മാർപ്പാപ്പയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹം എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാ മതത്തിനും സ്വീകാര്യനായിരുന്നു. കുറച്ചുനാൾ മുൻപായിരുന്നു ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം വത്തിക്കാനിൽ ചേർന്നത്. അന്ന് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും ഓർത്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ വീക്ഷണങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്ത് ഇത്രയും നാൾക്കിടയിൽ ഇത്രയും ജനകീയനായി, കാരണം അദ്ദേഹം യുദ്ധത്തിനെതിരായിരുന്നു, അങ്ങനെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ ജനങ്ങൾക്കിടയിലേക്കും ഇറങ്ങിച്ചെല്ലാൻ മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞല്ലോ. തീർച്ചയായും മാർപ്പാപ്പ വ്യത്യസ്തനായ, എല്ലാ രീതിയിലും വ്യത്യസ്തനായ ഒരു പോപ്പ് മാർപ്പാപ്പ. അതായിരുന്നല്ലോ പോപ്പ് ഫ്രാൻസിസ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, സ്വന്തം സഭ, സ്വന്തം സമുദായം, കത്തോലിക്ക സഭ, അതിൻ്റെ വികാസത്തിന് എന്ത് കോൺട്രിബ്യൂഷൻ നൽകി എന്നത് സഭയ്ക്കുള്ളിൽ മാത്രമാണ് ചർച്ചയാവുക. പക്ഷെ പൊതുസാമാന്യത്തിൽ എല്ലാവരുടെയും വികാരവിചാരങ്ങളെ സ്വാധീനിക്കാൻ ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ശ്രമിച്ച ഒരു മഹാപുരുഷൻ. ആ ഒരു രീതിയിലാണ് ഒരു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കപ്പെടുന്ന. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ശിവഗിരി മഠം 2024 വിളിച്ചു കൂട്ടിയ ഒരു സർവമത സമ്മേളനത്തിൽ അദ്ദേഹം ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്താനായി നിയോഗിക്കപ്പെട്ടത് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ ഓർമ്മിക്കുകയാണ്. അതൊരു മാനവ സ്നേഹി എന്ന നിലയിൽ എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതിയിൽ ഗുരുസൂക്തങ്ങൾ ഉള്ളത് എണ്ണി പറഞ്ഞുകൊണ്ട് പോപ്പ് ഓർക്കുകയാണ്. എത്ര കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷന്മാരെ ചെയ്യും. ഈഴവ സമുദായത്തിൻ്റെ മാത്രം ആചാര്യനായി ശ്രീനാരായണ ഗുരുവിനെ കാണുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. കാരണം കേരളത്തിൽ മാത്രമുള്ള ഒരു ചെറിയ സമുദായമാണ് ഈഴവ സമുദായം. അല്ല, കേരളത്തിൻ്റെ ജനസംഖ്യ സിംഗിൾ ലാർജസ്റ്റ് ഡിനോമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കേരള ജനതയുടെ ഒരു 27% ആളുകൾ. അത് സാമാന്യം നല്ല, 3.5 കോടി ജനങ്ങളുടെ 26% എന്ന് പറയുന്നത് നല്ലൊരു നമ്പറാണ്. അത് ലോകത്താകമാനമായി ചിതറി നിൽക്കുന്നു. കേരളത്തിൻ്റെ 3.5 കോടി ജനങ്ങൾ കേരളത്തിൽ ഉണ്ടെന്ന് പറയുമ്പോഴും അതിലൊരു 3/4 കോടിയോളം പേര് കേരളത്തിന് പുറത്താണ്. അതിൽ ഈഴവ സഹോദരന്മാരും ഉണ്ടാകും. അപ്പോൾ ഈഴവ സഹോദരന്മാർക്ക് വേണ്ടി മാത്രമല്ല പോപ്പ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണം. ഇവിടെയാണ് വിശ്വമാനവികതയുടെ, വിശ്വമത സങ്കലനത്തിൻ്റെ ഒരു ദർശനമായ എക്യുമെനിക്കൽ കാഴ്ചപ്പാട് വരുന്നത്. എക്യുമെനിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചികമായ ഒരു വീക്ഷണമാണ്. പരിമിതമായ അർത്ഥത്തിൽ മതങ്ങളും തമ്മിലുള്ള പാരസ്പര്യം. കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ എല്ലാ സമസ്ത ചരാചരങ്ങളും തമ്മിലുള്ള പാരസ്പര്യം. ഇപ്പോൾ ദൈവസൃഷ്ടിയായി കരുതപ്പെടുന്ന എല്ലാ സമസ്ത ചരാചരങ്ങളും തമ്മിൽ, പ്രകൃതിയും മനുഷ്യനും തമ്മിലും, മനുഷ്യനും തമ്മിലും, മനുഷ്യനും ദൈവവും തമ്മിലും, ദൈവവും പ്രപഞ്ചത്തിൻ്റെ എല്ലാ സൃഷ്ടികളും തമ്മിലും ഉള്ള ഒരു സവിശേഷമായ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എക്യുമെനിസം. എക്യുമെനിക്കൽ എന്ന് പറയുമ്പോൾ സഭകൾ തമ്മിലുള്ള ഐക്യത്തിൽ കത്തോലിക്ക സഭ ഒഴിച്ചുള്ള മറ്റ് സഭകൾ, എപ്പിസ്കോപ്പൽ ആൻഡ് ആംഗ്ലിക്കൻ, പെന്തിക്കോസ്റ്റൽ സഭകളെല്ലാം തന്നെ, പ്രൊട്ടസ്റ്റന്റ് സഭകളും എല്ലാം കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒരു ഐക്യവേദിയാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. പക്ഷേ അത് എക്യുമെനിക്കൽ, WCC. അപ്പോൾ അതൊരു എക്യുമെനിക്കൽ ബോഡിയായി പറയുന്നത് YMCA എന്ന് പറയുന്ന പ്രസ്ഥാനം. എക്യുമെനിക്കൽ, എല്ലാ വിഭാഗങ്ങൾക്കും കത്തോലിക്ക വിഭാഗത്തിൽ ഉൾപ്പെടെ പ്രാതിനിധ്യമുള്ള എക്യുമെനിക്കൽ. അപ്പോൾ അങ്ങനെയുള്ള വേദികളുണ്ട്. പക്ഷേ അവിടെ മറ്റ് മതങ്ങൾ ഉൾപ്പെടുന്ന വിശ്വമാനവികതയുടെ വേദികൾ, അതാണ് സർവമത. ഇപ്പോൾ ഷിക്കാഗോ സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു സ്പീച്ച് ഇപ്പോഴും ത്രസിപ്പിക്കുന്ന ഓർമ്മകളായതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു തയ്യാറാക്കിയ ഓൺലൈൻ പ്രഭാഷണം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ എക്യുമെനിസത്തിന് അദ്ദേഹം വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലേ? തീർച്ചയായും ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മാർപ്പാപ്പയാണ് കാലം ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരു കത്തോലിക്ക സഭയുടെ ഒരു വലിയ ഡെസ്റ്റിനേഷനാണ്, ഫ്യൂച്ചർ ഡെസ്റ്റിനേഷൻ. ഒരു പക്ഷേ ഭാവിയിൽ ഒരു പോപ്പ് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് മലയാളക്കരയിൽ നിന്ന് വന്നുകൂടായികയില്ല. അതിനുള്ള കാരണം കത്തോലിക്ക സഭ വളരുകയാണ്. അപ്പോൾ പരമ്പരാഗതമായി യൂറോപ്പ്, അമേരിക്ക ആ ഭാഗങ്ങൾക്ക് ഉപരിയായി ആഫ്രിക്കയിലേക്കും ഏഷ്യയുടെ പല രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ റൈറ്റ്സ് ഉണ്ടാവുകയാണ്. അപ്പോൾ മലങ്കര കത്തോലിക്ക എന്നത് റീത്ത് എന്ന് പറയുമല്ലോ, റീത്തുകാർ.
അതൊരു റീത്താണ്, ലത്തീൻ റീത്ത്. ഇങ്ങനെ വിവിധങ്ങളായ റീത്തുകളുണ്ട്. അവരെല്ലാം തന്നെ ചേർത്ത് പിടിക്കുന്ന കത്തോലിക്ക സഭ ഒരുപക്ഷെ പരമ്പരാഗതമായ കൺസർവേറ്റീവ് രീതികളിൽ നിന്നും മാറി മറ്റിടങ്ങളിൽ നിന്നും പോപ്പിനെ സ്വീകരിക്കുന്ന അതിൻ്റെ ഭാഗമായിരുന്നല്ലോ അർജൻറ്റീനക്കാരനായ മാർപ്പാപ്പ വന്നത്. ഇനി ഒരിക്കൽ ഫിലിപ്പീൻസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏഷ്യൻ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് പോലുമോ മലങ്കര കത്തോലിക്ക സഭ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അവിടെ അല്ലെങ്കിൽ അല്ലാത്ത വിഭാഗങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും ഒരു കർദിനാളിനെ പോപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തിയാൽ പൂർണ്ണമായി അത്ഭുതപ്പെടാനാവില്ല. പോപ്പ് ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു സാംസ്കാരിക ലോക ജനസംഖ്യയുടെ 1/6 വസിക്കുന്ന ഇടം. അപ്പം മറ്റൊരു കൾച്ചറിലേക്ക് കടന്നു വരിക. അദ്ദേഹം രാഷ്ട്രത്തലവൻ കൂടിയാണ്. പോപ്പ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കത്തോലിക്ക സഭയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് മാത്രമല്ല, മറിച്ച് അദ്ദേഹം വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ തലവനാണ്. അപ്പം പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റൊരു രാജ്യത്തലവനാണ് ഭാരതത്തിലേക്ക് വരുന്നത്. അല്ലാതെ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലല്ല ഭാരതം പോപ്പിനെ സ്വീകരിക്കുന്നത്. അത് കത്തോലിക്ക സമുദായത്തിൻ്റെ മാത്രം ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തേക്കാം. പക്ഷേ അവിടെ ഒരു സ്റ്റേറ്റ് വിസിറ്റായി മാറുകയാണ്. അത് വലിയ പ്രത്യേകതകളുള്ള. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും യുദ്ധത്തിനെതിരായിരുന്നു. ഗാസയെക്കുറിച്ചും അദ്ദേഹം ഓർത്തിരുന്നു. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചും ഓർത്തിരുന്നു. അദ്ദേഹം അങ്ങനെ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്ത് എവിടെയെല്ലാം നന്മയുണ്ടോ അല്ലേ തെറ്റുണ്ടോ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോപ്പായിരുന്നല്ലോ നിലവിൽ ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഗാന്ധിജി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ഈസ് ലവ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഗോഡ് ഈസ് ട്രൂത്ത് എന്നാണ്. ട്രൂത്ത് ഈസ് ഗോഡ്. എവിടെയാണോ സത്യം, എന്താണോ സത്യം, സത്യമായതെന്തോ അതാണ് ദൈവം. ദൈവം സത്യമാണെന്നല്ല പറഞ്ഞത്. അതുപോലെ എവിടെയെല്ലാം നന്മയുണ്ടോ ആ നന്മകളിൽ ദൈവ സാന്നിധ്യം കാണുന്ന ഒരു പോപ്പ്. അതുകൊണ്ടാണ് ഈഴവ സമുദായത്തിൻ്റെ ഒരു ചടങ്ങ് ആണ് എന്ന് തുച്ഛീകരിച്ച് കാണാതെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേ കാണാതെ അദ്ദേഹം അതിന് വന്നതും. ഈ പലപ്പോഴും കൺസർവേറ്റീവ് കാത്തലിക്സ് അല്ലെങ്കിൽ യാഥാസ്ഥിക ക്രൈസ്തവ വിഭാഗങ്ങൾ മറ്റ് ഭിന്നരായ ആളുകളെ ജെൻഡറിൻ്റെ കാര്യത്തിലാകട്ടെ മറ്റ് പല രീതിയിലാകട്ടെ വിഭിന്നതയെ ഉൾക്കൊള്ളാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പോലും, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ട്രാൻസ്ജെൻഡേഴ്സ്, ബൈസെക്ഷുവൽ, LGBTQ കാറ്റഗറിയെ മാറ്റി നിർത്തി മാൻകൈൻഡ് ഈസ് ക്രിയേറ്റഡ് ആസ് മാൻ ആൻഡ് വുമൺ. അത് ബൈബിളിക്കൽ രീതിയാണ്, ബൈബിൾ വചനമാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമതൊരു ലിംഗം ഉണ്ടാവില്ല, ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ഉഗ്രശാസനയാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ അങ്ങനെയല്ല. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ്റെ ഭാഗത്ത് അവരും മനുഷ്യരാണ്. ഒരു മെൻ്റൽ ഒരു മേക്കപ്പ് അനുസരിച്ച് ഏത് രീതിയിലാണ് മെൻ്റൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് അവരെ അവരായിരിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളുക. ദൈവം മനുഷ്യനെ ഉൾക്കൊണ്ടത് അവരായിരിക്കുന്ന രീതിയിലാണ്. നീ ലിംഗമാറ്റം വരുത്തി പ്രത്യേകിച്ച് ഉൾക്കൊള്ളാമെന്നല്ല. ഈ ക്രൈസ്തവ മതത്തിന് ഒരു ആധുനിക മുഖം നൽകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലേ. മാനുഷിക മുഖവും ആധുനിക മുഖവും നൽകാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് യുദ്ധവിരുദ്ധത അല്ലേ. യുദ്ധവിരുദ്ധത എന്ന് പറഞ്ഞാൽ പലസ്തീൻ, ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മളെ കേൾക്കുന്ന ഈ ഓൺലൈനിൽ കേൾക്കുന്ന ആളുകൾ ഉൾപ്പെടെ പക്ഷം പിടിച്ചുകൊണ്ട് യുദ്ധം വരുമ്പോൾ, ഇസ്രായേൽ ഹമാസ് യുദ്ധം, അവിടെ മതപരമായ പക്ഷം പിടിച്ചുകൊണ്ടോ ഇസ്രായേൽ അനുകൂലമോ ഹമാസ് അനുകൂലമോ ആയ ഏറെ കമൻറ്റുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. പക്ഷെ അതിനെല്ലാം ഉപരിയായി യുദ്ധം സർവനാശകരമാണ്. അവിടെ പൊലിഞ്ഞു വീഴുന്നത് ജീവനാണ്. ജീവൻ എടുക്കാൻ മനുഷ്യന് അവകാശമില്ല. ജീവൻ പ്രകൃതിയുടെ വരദാനമാണ്, ദൈവത്തിൻ്റെ വരദാനമാണ്. ആ ഒരു വിശാല ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഗാസയിലെ ഹമാസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, ഇസ്രായേൽ അവരെ ആക്രമിച്ചിട്ടുണ്ടാകും, പക്ഷേ അവർക്ക് കുടിവെള്ളം മുട്ടിക്കാൻ പാടില്ല, അവർക്ക് സപ്ലൈ എത്തിക്കുന്നത് മുട്ടിക്കാൻ പാടില്ല, ആതുരാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകരുത്, ആശുപത്രികൾ ആക്രമിക്കരുത്, നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളും മരിക്കുന്നത് സഹിക്കാനാകില്ല, ചെയ്യരുത്. അപ്പം ഒരുപോലെ തന്നെ ഇസ്രായേലിനും ഹമാസിനും ശാസനാരൂപത്തിൽ സ്നേഹപൂർവമായ ഒരു പ്രാർത്ഥനാപരമായ നിർദ്ദേശം നൽകുന്ന മാർപ്പാപ്പ ലോകത്തോട് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയോട് പോലും കലഹിച്ചും നിലപാടുള്ളൊരു മാർപ്പാപ്പ. അപ്പോൾ ഒരു പക്ഷമേ ഉള്ളൂ, മാർപ്പാപ്പയ്ക്ക് ഒരു പക്ഷമേ ഉള്ളൂ, അത് സത്യത്തിൻ്റെ പക്ഷമാണ്. സത്യത്തിൻ്റെ പക്ഷം എന്ന് പറയുന്നത് ദൈവപക്ഷമാണെന്നും നീതിയുടെ പക്ഷമാണെന്നും അത് നോൺ വയലൻസിൻ്റെ, മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നോൺ വയലൻസിൻ്റെ, അഹിംസയുടെ പക്ഷമാണെന്നും പറയുകയാണ്. അവിടെ പക്ഷം പിടിക്കാത്ത ദൈവത്തിന് മുഖപക്ഷമില്ല എന്നാണ് പറയുക ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ ഇവിടെ മുഖപക്ഷമില്ല, ഇസ്രായേൽ പക്ഷമില്ല, പലസ്തീൻ പക്ഷമില്ല, ഉക്രൈൻ പക്ഷമില്ല, റഷ്യ പക്ഷമില്ല. അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലും
ഈസ്റ്റർ ദിനത്തിൽ 30 മണിക്കൂറത്തേക്ക് യുദ്ധം നിർത്തിവെക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ പ്രേരണ ഉൾപ്പെടെ സഭകൾ, സമുദായങ്ങൾ, ക്രൈസ്തവ ലോകം അവർ പരിഭാവനമായി കാണുന്ന ഈസ്റ്റർ, ആ സമയത്തെ രക്തം ചിന്താൻ പാടില്ല എന്ന അതിനുശേഷം യുദ്ധം പുനരാരംഭിച്ചു. ശരിയാണ്. പക്ഷെ മാർപ്പാപ്പ യുദ്ധത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആ മാർപ്പാപ്പ ഏറെക്കാലം കഴിഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ മാർപ്പാപ്പയുടെ ഒരു പ്രത്യേകത ഇനി ലോകം വിശകലനം ചെയ്യാൻ പോകുന്നത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് വ്യത്യസ്തതയുള്ള മാർപ്പാപ്പ. പുതിയ മാർപ്പാപ്പയുടെ നിലപാടും പഴയ മാർപ്പാപ്പയുടെ നിലപാടും തമ്മിൽ വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടല്ലേ? മുൻ മാർപ്പാപ്പകളുടെ നിലപാടും ഈ മാർപ്പാപ്പയുടെ നിലപാടും തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന പോലെ തീർച്ചയായിട്ടും എപ്പോഴും എല്ലാ സഭകളും സമുദായങ്ങളും വളർച്ചയുടെ പടവിലാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായം ഇരുമ്പുലക്കെയല്ല, മാറ്റേണ്ടി വരുമ്പോൾ മാറ്റണം. മുൻ മാർപ്പാപ്പ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ പറഞ്ഞല്ലോ, മിയാ കുൾപ്പ മിയാ മാക്സിമ കുൾപ്പ, എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. അതായത് താൻ പ്രതിനിധാനം ചെയ്യുന്ന കത്തോലിക്ക സഭ കാലാകാലങ്ങളിൽ ചില അബദ്ധങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ചില അരുതാഴികകൾ, ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിന് മാപ്പ്, വൈകിയെങ്കിലും മാപ്പപേക്ഷിക്കുന്ന ഒരു മാർപ്പാപ്പ. അത് മാർപ്പാപ്പ സങ്കല്പമാണ്, അതൊരു ചേഞ്ചാണ്. അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ. അതിൽ നിന്നും വ്യത്യസ്തനാകും അടുത്ത മാർപ്പാപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.